ഫ്രണ്ട്സ്, തുരുമ്പ് പിടിക്കാത്ത വിൻഡോ കണ്ടിട്ടുണ്ടോ? സ്റ്റീൽ വിൻഡോയിൽ തുരുമ്പ് പിടിക്കും എന്നല്ലേ. എന്നാൽ 20% മാത്രം വെൽഡിംഗ് വരുന്ന രീതിയിൽ നിർമ്മിച്ച സ്റ്റീൽ വിൻഡോകളാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയായിട്ടുള്ള സ്റ്റീൽ വിൻഡോ എങ്ങനെ നിർമ്മിക്കുന്നതെന്നല്ല നിങ്ങളുടെ ചോദ്യം. ഈ കാണുന്നത് ഒരു ഡെമോ പീസാട്ടോ. ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം വെൽഡിങ് വളരെ കുറച്ചുകൊണ്ടാണ് ചെയ്തത്. നമുക്കിത് ഊരിയെടുത്ത് നോക്കാം ഏത് രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ മേൽഭാഗം കണ്ടില്ലേ, ഹോളിട്ട് ഇതുപോലെയാണ് വരുന്നത്. ഈ ഹോള് പോലും മാനുവലി ചെയ്തല്ല, മെഷീൻ ലേസർ കട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും സെറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം ഊരിയെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അത്രയും വെൽഡിങ് കുറക്കുമ്പോൾ റസ്റ്റിനെ തുരത്താൻ പറ്റും. ബെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കട്ട്ലൻ്റെ പീസാണ് അല്ലേ ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഈ ഹോൾസ് ആണ് ഇതിന്റെ ജോയിന്റ് ഇതിലേക്ക് വരികയാണ്. കൂടുതൽ ബെൽഡ് ചെയ്യുന്നോട് നമ്മള് ഗ്രൈൻഡിങ് വരും. ഗ്രൈൻഡിങ് വരുമ്പോൾ സിംഗിൾ കോട്ടിങ് നഷ്ടപ്പെടും. സിംഗിൾ കോട്ടിങ് നഷ്ടപ്പെടും തോറും തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ പറയും ടാറ്റ കൊണ്ട് നല്ല 60 gauge വെച്ച് ചെയ്യണം നമ്മൾ പറയലുണ്ട്. ഇതിന്റെ ലേസർ മെഷീൻ ഉണ്ട്. ലേസർ മെഷീൻ ആണ് അല്ലേ? അവിടെ പറഞ്ഞില്ല ലോക്ക് സിസ്റ്റം പറഞ്ഞില്ലേ? അതെ അതെ, അതിനുള്ള ഹോൾസുകൾ ഇവിടുന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഹോൾസുകൾ ചെയ്യാണ്. സാധാരണ ഡോറല്ല, അടിച്ചാൽ സ്റ്റീലിന്റെ സൗണ്ട് വരാത്ത ഡോറ്. അതെങ്ങനെ സാധിച്ചു നിങ്ങൾക്ക്? ഇതിങ്ങനെ നമ്മളെ അണികൊമ്പ് യൂസ് ചെയ്തിട്ടാണ്. അണികൊമ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ വില വരുന്നുണ്ട് ഇതിന്? 16 രൂപ. 16 രൂപ. നമ്മളെ വ്യൂവേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? നമ്മളെ വ്യൂവേഴ്സിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. നമ്മളിന്ന് വന്നിരിക്കുന്നത് മുബാറക് ഡോർസ് ആൻഡ് വിൻഡോസിലാണ്.